നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രാവിറ്റേഷന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ഫോമാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഒരു 8 ഡെറിവേഷൻ ഇവിടെയും പഠിക്കാനുണ്ട്. 8 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എല്ലാം സിമ്പിൾ, ഏകദേശം ഒരുപോലൊക്കെ തന്നെ ഇരിക്കും. പെട്ടെന്ന് പഠിച്ച് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ അത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് പറയുമ്പോൾ every body in this universe, every body in this universe, every body in this universe attract every other body with a force, which is directly proportional to product of their masses and inversely proportional to the square of distance between them. എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഗ്രാവിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ പോവാണ്. നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം, ഇവിടെ ശ്രദ്ധിക്കണം. ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി ഏതെങ്കിലും അതിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ഭൂമിയുടെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പം ആ ഗ്രാവിറ്റിക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭൂമിയിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും ഗ്രാവിറ്റി കുറഞ്ഞു വരും. ഓക്കെ, ഭൂമിയുടെ സർഫസിലോട്ട് വരുമ്പോൾ ഗ്രാവിറ്റി കൂടി വരും. എന്നാൽ ഭൂമി കുഴിച്ചു പോയാലോ? അല്ല, കുറഞ്ഞു വരും. അപ്പം ഗ്രാവിറ്റി എപ്പോഴും മാക്സിമം ആയിട്ടുള്ളത് സർഫസിലാന്നുള്ള കാര്യം അത് നമുക്ക് തെളിയിക്കണം. ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ഡെറിവേഷൻ കൊണ്ട് ചെയ്ത് കാണിക്കണം. ഡെപ്ത് കൂടുമ്പോൾ ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ഡെറിവേഷൻ കൊണ്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇതാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. അതിനൊക്കെ മുമ്പ് പഠിക്കുന്ന ഒരു ലോ ആണ്. ഇതിൽ നിന്നാണ് ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞാൽ എന്താ അറിയോ? ഈ ലോകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട് വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സിന് എന്തിന് പ്രൊപ്പോർഷനാണെന്ന് പറയുന്നത്? ആ അട്രാക്ട് ചെയ്യപ്പെടുന്ന ബോഡികളുടെ മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് ഇപ്പം ഞാനും ഈ ദേവും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒട്ടിയിരിക്കാത്തത്? ഒരു കേസ്, ഞാനും മെൽവിനും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, മെൽവിൻ അറ്റത്തായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീങ്ങി ചെന്ന് മെൽവിന്റെ ദേഹത്ത് ഒട്ടിയിരിക്കാത്തത്? അല്ല, ഞാനും ഈ ബെഞ്ചും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ അത് ഒട്ടിയിരിക്കാത്തത്? മനസ്സിലായോ? ന്യൂട്ടൺ പറയുന്നത് എവരി ബോഡി ഇൻ ദിസ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് എന്നാ പറയുന്നത്. പക്ഷേ നമുക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒട്ടിയിരിക്കാൻ തക്ക മാസ് നമുക്കില്ല. മാസ് കൂടിയാൽ കണ്ടോ, പ്രൊഡക്റ്റ് ഓഫ് ദിയർ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മാസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? എർത്തും ബോഡിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ നടക്കുന്നത്. നമ്മൾ ചാടിയാലോ? നമ്മൾ ഇവിടുന്ന് ഒരു ചാട്ടം ചാടും, എന്ത് സംഭവിക്കും? എർത്ത് അട്രാക്ട് ചെയ്ത് ഭൂമിയുടെ അവിടോട്ട് കൊണ്ടുവെക്കും, ഇല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അറിയാം? ഇവിടെ ഒരാളുടെ മാസ് വളരെ കൂടുതലാണ്, എർത്തിന്റെ മാസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എവരി ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ്. അപ്പം എർത്തിന്റെ മാസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ മാസ് ചെറുതാണല്ലോ, മറ്റേ മാസ് കൂടുതലാണ്. മാസിന്റെ പ്രൊഡക്റ്റിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അതിനർത്ഥം എന്തുവാ? രണ്ടിൽ ഏതെങ്കിലും ഒരു ബോഡിയുടെ മാസ് ഭയങ്കര കൂടുതലായിരുന്നാൽ മതി അവിടെ, കാരണം അതിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പം എർത്തിന്റെ മാസ് ഒരു 15,000 കിലോ എന്ന് വിചാരിച്ചു, അത്ര അല്ല, അതിന്റെ ഇരട്ടിയാ. ഓക്കെ, 15,000 കിലോ. നമ്മുടെ മാസ് 60 കിലോ മതി. എന്താ, അട്രാക്ഷൻ നടക്കാൻ അത് മതി. അത്രയും വെയിറ്റ് ഉള്ള സാധനം തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും.
അല്ലേ? പക്ഷെ നമ്മൾ തമ്മിൽ അട്രാക്ട് ചെയ്യാത്ത എന്നാൽ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ഫോഴ്സ് അനുഭവപ്പെടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാസ് വളരെ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കാട്ടിലും അങ്ങനല്ലടാ, രണ്ട് നമ്മൾ തമ്മിലൊക്കെ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ ഫീൽ ചെയ്യാത്തതിന്റെ കാരണം അട്രാക്ഷൻ എന്തിനും പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞത്. അവർ തമ്മിലുള്ള ഞങ്ങൾ രണ്ടുപേരും പ്രൊഡക്റ്റ് മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും മാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്താ, വളരെ ചെറിയ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ഫോഴ്സ് ഇല്ല നമ്മൾ തമ്മിൽ. ഫോഴ്സ് ഉണ്ട്, പക്ഷെ അത് എന്താണ്, നെഗ്ലിജിബിൾ ഫോഴ്സ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടിയിരിക്കാത്തത്. നേരെ മറിച്ച് എർത്തും ഒരു മനുഷ്യനും കൂടെ നോക്കുവാണെങ്കിൽ എർത്തിന്റെ മാസ് വളരെ കൂടുതലാണതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, രണ്ടുപേരുടെയും മാസിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഫോഴ്സും വളരെ കൂടുതലായിരിക്കും. ശരിയല്ലേ? അപ്പൊ ഭയങ്കര അട്രാക്ഷൻ ആവും. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ മെൽവിനെ ഈ രണ്ടാമത്തെ നിലയുടെ ഉണ്ടെങ്കിൽ ധനു തള്ളി ഇടുവാണെങ്കിൽ എവിടോട്ട് വരും, താഴോട്ട് വരും അല്ലേ? ജീവൻ മുകളിലോട്ട് പോവായിരിക്കും, പക്ഷെ ബോഡി താഴോട്ട് വരും. ശരിയല്ലേ? ആണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് തെളിയിച്ച് കാണിക്കണം. അതാണ് ആദ്യത്തേത്. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പൊ നോക്കിയേ, ഞാനൊരു ഉദാഹരണം പറയാം. ഇത് ഒരു ബോഡി, ഇതിന്റെ മാസ് m1. ചിലപ്പോൾ നിങ്ങളെ ക്യാപിറ്റലും സ്മോളും വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കില്ല കേട്ടോ. ബോഡി കയറി ഇങ്ങോട്ട് വന്നേക്കല്ലേ, അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്തോണം, എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ ഇത് നമ്മുടെ ഒബ്ജക്റ്റാ, നമ്മുടെ ഒബ്ജക്റ്റ് ഇത് എർത്തും ഇത് മെൽവിനും. ഓക്കെ, മെൽവിന്റെ മാസ് m2. എർത്തിനെ മെൽവിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഇത് r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെൽവിന്റെ എർത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് F ആണ്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്, ഇവരുടെ രണ്ടുപേരുടെ മാസിന്റെ പ്രൊഡക്റ്റിന് m1 × m2 നാണ് പ്രൊപ്പോർഷണൽ. ഇനി ആ ഫോഴ്സിന് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ഡിസ്റ്റൻസ് കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും, അതല്ലേ പറഞ്ഞേ, മെൽവിൻ ഇവിടെ നിന്ന് എന്താണ് ചന്ദ്രനിലോട്ട് പോവാ, താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ ഭൂമി വരുമോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്, ഡിസ്റ്റൻസ് കൂടിയപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ എന്താ, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ, ഇവിടെ ബ്രാക്കറ്റിൽ എഴുതണം, ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നാണ് ഇനി പറയുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ, സ്ക്വയർ ലോ എന്ന് പറയും. ഓക്കെ, ഇവരെ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എങ്ങനെ എഴുതാം, m1 m2 / r² എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ യൂഷ്വലി ചെയ്യുന്നത്, ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലോ. ആ കോൺസ്റ്റന്റിനെ k എന്നല്ല വിളിക്കുന്നത്, ഇവിടെ g എന്ന് വിളിക്കും. നിങ്ങൾ പണ്ട് പഠിച്ചല്ലേ, m1 m2 / എന്താ, r². where g is known as where g is known as universal gravitational constant. Universal gravitational gravitational constant. ഇതുവരെ 9 പഠിക്കാനുള്ളതാ, കുഴപ്പമൊന്നുമില്ല. കോൺസ്റ്റന്റ്. ഓക്കെ, അതിന്റെ വാല്യൂ എപ്പോഴും ഓർത്തോണം, അതിന്റെ യൂണിറ്റ് ഓർത്തോണം. ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11. യൂണിറ്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതെങ്ങനെയാണെന്ന് അറിയാം, ഇങ്ങനെ വന്നേ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഈ ഇവിടെ ഒന്ന് ജി ഒന്ന് കണ്ടുപിടിച്ച്, അത് എഴുതണ്ട, ഇവിടെ ഒന്ന് ജി ഒന്ന് കണ്ടുപിടിച്ചാൽ എന്ത് വരും, എഫ് r² / m1 m2 എന്നല്ലേ വരുന്നത്, ആണോ? എഫിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ. റേഡിയസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ. സ്ക്വയർ ആണ് മീറ്റർ സ്ക്വയർ. താഴെ ആരുണ്ട്, രണ്ട് മാസ, ഒരെണ്ണത്തിന്റെ കിലോഗ്രാം, മറ്റേതിന്റെയും കിലോഗ്രാം സ്ക്വയർ. കണ്ടോ, അതുകൊണ്ടാണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന് വന്നത്. ഓക്കെ ആണല്ലോ, അതൊന്നും എഴുതണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് ഒന്ന് എഴുതിയേക്കാം, ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എന്താ, r² / എന്താ, ഡയമെൻഷൻ ഓഫ് m1 ഇൻറ്റു എന്താ, ഡയമെൻഷൻ ഓഫ് m2 അല്ലേ, ആണോ? ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, mlt⁻². ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ, l² ആണല്ലോ. അത് സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ടു, ഡയമെൻഷൻ ആണ് കാണിക്കുന്നത്. ഡിവൈഡ് ബൈ താഴെ എന്താ, കിലോഗ്രാമിന്റെ എന്താ, കിലോഗ്രാമിന്റെ മാസിന്റെ എന്താ, m തന്നെ. ഈ മാസിന്റെ എന്ത് തന്നെയാ, m തന്നെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ m l³ ശരിയല്ലേ, m l² l കൂടെ l⁻1 l² കൂടെ കൂട്ടുമ്പോൾ l³ t⁻². താഴെ എന്ത് വരും, m². ഈ സ്ക്വയർ മോളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, m⁻1 - 2 എന്നാ വരുന്നത് അല്ലേ, a⁻m by a⁻n a⁻m - n അല്ലേ. അങ്ങനെയാണെങ്കിൽ m⁻1 l³ t⁻². ഇതായിരിക്കും നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ. ചോദിക്കാറുണ്ട് കേട്ടോ.
എന്താ പറഞ്ഞത്? അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു ഹെഡിങ് കൊടുത്തേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹെഡിങ് കൊടുക്കാം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. ഓൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. ആണോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് റിപ്പൾസീവ് ആകുമോ? ഒരിക്കലും ഇല്ല. എപ്പോഴും ഓൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ മീഡിയം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? നിങ്ങൾ കടലിൽ ചെന്ന് വെള്ളത്തിൽ ചാടിയാൽ എവിടോട്ടാ പോകുന്നത്? താഴോട്ട് തന്നെ പോകുന്നത്, ഇല്ലേ? ശരിയല്ലേ? അടുത്തത്, ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അടുത്തത്, ഇറ്റ് ഈസ് ലോങ് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഈസ് ലോങ് റേഞ്ച് ഫോഴ്സ്. ലോങ് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഈസ് ലോങ് റേഞ്ച്. അതിന്റെ കാരണം എന്താ? ഇറ്റ് ഈസ് ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയാൻ കാരണം എന്താ? എത്ര വർഷങ്ങളോ? എത്ര ഡിസ്റ്റൻസ് പോയാലും മെൽവിനെ ആണെങ്കിൽ ഞാനൊരു ജെറ്റ് എയർവേസ് കയറ്റിയിട്ട് മുകളിലോട്ട് വിട്ടാലും എന്ത് സംഭവിക്കും? അവിടുന്ന് ചാടിയാൽ എന്ത് സംഭവിക്കും? താഴോട്ട് തന്നെ വരും. മനസ്സിലായി? അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിന് പുറത്തു പോകണം. മനസ്സിലായോ? അപ്പൊ ആ റേഞ്ചിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെൽവിൻ എത്ര ഡിസ്റ്റൻസ് പോയെന്ന് പറഞ്ഞാലും മെൽവിൻ എയർപ്ലെയിനിൽ ഡനുവും മെൽവിനും കൂടെ പോവാം. ഒറ്റ തുള്ളി ഡനു തെള്ളിയിടുക. അതിന് തെള്ളിയിടുമ്പോൾ മെൽവിൻ എവിടെ എത്തും? താഴെ. മനസ്സിലായോ? അപ്പൊ ലോങ് റേഞ്ച് ഏതാ? വീക്കസ്റ്റ് ഫോഴ്സ് ആവുന്നത് എന്താണെന്നറിയോ? നീ എയറോപ്ലെയിനിൽ പോകുന്ന സമയത്ത് നീ എന്ത് ചെയ്യും? നീ എയറോപ്ലെയിനോട് കൂടി ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നുണ്ടോ? ഇല്ല. നേരെ പറഞ്ഞ് നല്ലൊരു മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താണ് റൺവേ ഫുൾ നല്ല മാഗ്നറ്റ് വെച്ചിട്ട് ഫോഴ്സ് വെച്ചിരിക്കുക. എയറോപ്ലെയിൻ ലിഫ്റ്റ് ആവും. അട്രാക്ട് ചെയ്ത് അവിടെ പിടിക്കും. മനസ്സിലായോ? അപ്പം മറ്റ് ഫോഴ്സുകൾ, ഇപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ അന്ന് അറിയാലോ, ഒരു ആറ്റം ബോംബ് ഇട്ടപ്പോൾ ഹിരോഷിമ നാഗസാക്കി 2 രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. രണ്ട് സ്ഥലങ്ങള് ജപ്പാനിലെ 2 സ്ഥലങ്ങളാണ്. 2 സ്ഥലങ്ങൾ എന്ത് ചെയ്തു? 2 സ്ഥലങ്ങൾ കത്തി നശിച്ചു. ഒരു ആറ്റം ബോംബ് ഇട്ടതേ ഉള്ളൂ. ചെറിയത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു എത്ര ആണ് ഒരു ആറ്റം ബോംബ്? മാക്സിമം ഒരു എത്ര? അല്ല, ക്രിക്കറ്റ് ബോൾ, ഒരു ഫുട്ബോളിന്റെ അത്രയും കാണും ഒരു ആറ്റം ബോംബ്. അതങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും കണ്ടോ ഒറ്റ ഇത് 2 ഇട്ടത്. മനസ്സിലായി? അതായത് ഞാൻ പറഞ്ഞത്, അതിനകത്തെ ഏറ്റവും ആ പൊട്ടുന്ന സാധനം യുറാനിയം എന്ന് പറയുന്ന സാധനമാണ് അത്രയും ഇതേ ഉള്ളൂ. അത് വഹിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ചെറിയ റോക്കറ്റ് മിസൈൽ പോലൊരു സാധനമുണ്ട്. അപ്പൊ അത് വലിയ സൈസാണ്, കുറച്ചുകൂടെ വലിയ സൈസാണ്. എന്നാലും വലിയതൊന്നുമല്ല, അത്യാവശ്യം സൈസേ ഉള്ളൂ. അതിനകത്ത് ഈ പൊട്ടുന്ന സാധനം, ഇത് വീഴുമ്പോൾ ഇത് പൊട്ടുന്ന സാധനമില്ല, ചെറുത്. ഒരു ഫുട്ബോളിന് അത്രയാണ്. ഒരു ഫുട്ബോളിന് അത്ര ഉള്ള ഒരു സാധനം ഒരു നഗരമല്ല. ഇപ്പം നാഗസാക്കിയുടെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിന്റെ കുറച്ച്, കർണാടകയുടെ കുറച്ച്, അത്രയും കരിച്ചു കളഞ്ഞു. മനസ്സിലായോ? അപ്പൊ അത്രയും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്നുള്ള കാര്യം ആലോചിച്ചോണം. അത്രയും ഫോഴ്സ് എന്തിനില്ല? ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഇല്ല എന്നുള്ള കാര്യം ആലോചിച്ചു. അത്ര പറഞ്ഞു. ഓക്കെ, ഇനിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫോംസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫോംസ് ആൻഡ് ആക്ഷൻ റിയാക്ഷൻ പെയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എർത്ത് മെൽവിന്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുക്കുന്നത് പോലെ തന്നെ മെൽവിൻ എർത്തിന്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ
മെൽവിൻ എർത്തിന്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ എർത്തിന് ഇക്കിളി ആവുന്ന പോലെ തോന്നത്തുള്ളൂ. മനസ്സിലായോ? ശരിയല്ലേ? കാരണം മെൽവിൻ കൊടുക്കുന്ന ഫോഴ്സ് എന്താ? ചെറിയൊരു ഫോഴ്സ്. മനസ്സിലായോ? പക്ഷെ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഭൂമി സൂര്യന് ചുറ്റിനും കറങ്ങി നടക്കുമല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ആ ഭൂമി സൂര്യനിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സൂര്യൻ ഭൂമിയുടെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇല്ല, ഇത്ര എഴുതിയെടുത്തോ. ഓക്കെ, അടുത്തത് ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇത്